കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരാം. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ ഖിബലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്ന ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ള കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ്. കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. മൂവാറ്റുപുഴ അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു. സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കുകയാണ്. നന്ദി. എൻ്റെ പേര് PS ലത്തീഫ്, മൂവാറ്റുപുഴയിൽ. ഒരു ജാതി സാമൂഹികമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലോട്ടാണ് അത് നയിക്കുന്നത്. മാത്രമല്ല, കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനത്തിൽ, ഭൂരിപക്ഷ സ്ഥാപനത്തിലും ആ സ്ഥാപനത്തിൻ്റെ ആചാരങ്ങളാണ് അവരുടെ സംസ്കാരത്തെയും മതത്തെയും സംരക്ഷിക്കുവാനായിട്ടാണ് ഉള്ളത്. പള്ളി പോകണമെന്നുണ്ടെന്ന് വിചാരിച്ചോ, പള്ളി പോകാൻ അവിടെ അടുത്ത് തന്നെ പള്ളികളുണ്ടല്ലോ, അവിടെ പോയിട്ട് അവർക്ക് നിസ്കരിക്കാമല്ലോ. എന്നാൽ ഇത് ഭൂരിപക്ഷം മുസ്ലിം പെൺകുട്ടികൾ പോകുന്നില്ല. ഓരോ മതവിഭാഗത്തിലെ ആളുകളും അവിടെ പ്രാർത്ഥനയ്ക്ക് സൗകര്യം വേണം എന്ന് ശഠിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു കോളേജിനും അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരം ഒരു അടിയന്തര ഘട്ടത്തിൽ അത് 4 മണിക്കുള്ള നമസ്കാരം. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സംഭവത്തിൽ ഇവിടെ പ്രതികരിച്ച ഫസൽ ഗഫൂറിന്റെ, അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെയും, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ പള്ളി മഹൽ കമ്മിറ്റിയിലെ ഭാരവാഹികളുടെയും പറഞ്ഞ വളരെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഈ ആത്മാർത്ഥത പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ മതമൗലികവാദിയുടെ വീഡിയോ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിനെതിരെ നിങ്ങൾ എന്തു നടപടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇത്തരം മതമൗലികവാദികളാണ് പരമായ ഭിന്നതകൾ സൃഷ്ടിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാത്തിടത്തോളം കാലം ഇവിടെ സംഘപരിവാർ വളർന്നുകൊണ്ടിരിക്കും.
അതായത് മതേതരമായിട്ട് ചിന്തിക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം, ഹിന്ദു വിഭാഗങ്ങളുടെ എണ്ണം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വസ്തുത വളരെ ഗൗരവത്തോടെ കാണേണ്ടത് ഇവിടുത്തെ മുസ്ലിം പുരോഗമന പക്ഷത്ത് നിൽക്കുന്നവരാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ കിട്ടുന്ന ചില കഷ്ണങ്ങളെ പിടിച്ചിട്ടാണ് ഹിന്ദു വികാരം ആളിക്കത്തുന്നത്, ക്രിസ്ത്യൻ വികാരം ആളിക്കത്തുന്നത്. ഇപ്പോൾ ആ വിധത്തിലാണ് ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. കാരണം ഇവിടെയുള്ള ഇസ്ലാമുകളെല്ലാം തന്നെ ഇത്തരം ആശയഗതി വച്ചു പുലർത്തുന്നവരാണ്. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ അതിനോട് ചായ്വുണ്ട് എന്ന വിധത്തിലാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് എം അക്ബർ മുഹമ്മദ് ബാലുശ്ശേരി ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. ഈ ഇസ്ലാമോഫോബിയയുടെ തുടങ്ങുന്നത് എവിടെയാണ്? ഈ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് ആരാണ്? ഇത്തരം മതമൗലികവാദികളാണ്, ഇത്തരം തീവ്ര മതമൗലികവാദികളാണ്. ഇസ്ലാം ഇപ്പോഴും ഇസ്ലാമിന്റെ ആചാരങ്ങൾ അതേപടി തുടരണമെന്നും ഇസ്ലാം ലോകത്തിൽ വ്യാപിക്കണമെന്നും ആഗ്രഹിക്കുന്ന വളരെ ന്യൂനപക്ഷമുള്ള ആളുകളാണ്. വിഷം അധികമൊന്നും വേണ്ട. അതിനെതിരെ മുസ്ലിം സമൂഹം തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അതല്ലാതെ വെറുതെ ഇങ്ങനൊരു പ്രസ്താവന കൊണ്ട് തന്നെ ഇവിടെയുള്ള ഹിന്ദു വിഭാഗത്തെയോ ക്രിസ്ത്യൻ വിഭാഗത്തെയോ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല.